ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് അത് നടക്കുമോ എന്നാണ് ആരാധകർ മുഴുവൻ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റ് ആരാധകരുടെ ഒരു വലിയ വികാരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കും നമ്മുടെ ഇന്ത്യ ജയിക്കുന്നത് കാണാൻ വേണ്ടി ഇന്ത്യക്കാർ, പാകിസ്ഥാൻ ജയിക്കുന്നത് കാണാൻ വേണ്ടി പാകിസ്ഥാൻകാരും. ഇപ്പൊ എന്താണ്, ഈ മത്സരം നടക്കില്ല എന്നിടയ്ക്ക് പറഞ്ഞു, ഇപ്പൊ നടക്കാൻ സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും. അതായത് ഏഷ്യ കപ്പ് T20 മത്സരങ്ങൾ, അതായത് ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് ഏഷ്യൻ ക്രിക്കറ്റിംഗ് നേഷൻസ്, ഏഷ്യയിൽ ക്രിക്കറ്റ് കളിക്കുന്ന രാഷ്ട്രങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു വേദിയാണ് ഇതിൻ്റെ സംഘാടകർ. അപ്പോൾ അത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ അധ്യക്ഷൻ പാകിസ്ഥാൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നയതന്ത്രപരമായി പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് ഒരു വലിയ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ ഉറി ഭീകരാക്രമണം, പത്താൻകോട്ട് ഭീകരാക്രമണം, അങ്ങനെ പാർലമെൻറ്റ് ഭീകരാക്രമണം, ഇങ്ങനെ നിരവധിയായ കേസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് ബന്ധം, പലപ്പോഴായിട്ടെന്നല്ല, കാലങ്ങളായിട്ടില്ല, വാസ്തവതാണ്. പക്ഷേ ഈ ലോകകപ്പ് വേദികളിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഒരു യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ തുറന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോയപ്പോൾ അത്തരത്തിലുള്ള മത്സരങ്ങൾ പോലും, അതായത് രണ്ട് രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കുകയല്ല, ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മത്സരങ്ങൾ പോലും ഉണ്ടാകാനുള്ള സാധ്യത, അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വന്നിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇവിടെ ഒരു കൃത്യമായൊരു നിലപാടെടുത്തു. അതായത് ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി, അതായത് പല രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു മത്സരവേദിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ മുൻപേ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ക്രിക്കറ്റിന് BCCIന് അനുമതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകകപ്പ് വേദികളിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടന്നിട്ടുള്ളത്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. അത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു നിലപാടാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര മത്സരം ഉണ്ടാകില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യ പാകിസ്ഥാനിലേക്കോ പാകിസ്ഥാൻ ഇന്ത്യയിലേക്കോ വന്ന് ഉള്ള പരമ്പരകൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ക്രിക്കറ്റ് ബന്ധം ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. എന്നാൽ ഇത് ഒരു വലിയൊരു ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഇന്ത്യ പങ്കെടുക്കുന്നതിൽ എതിർപ്പില്ല എന്നുള്ളതാണ് കേന്ദ്ര നിലപാട് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ BCCIയും ഈ കാര്യത്തിൽ ഈ ടൂർണമെൻറ്റുമായി സഹകരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നേരത്തെ ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഒരു ആലോചനാ യോഗം ബംഗ്ലാദേശിൽ വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ ബംഗ്ലാദേശും പാകിസ്ഥാൻ അനുകൂല നിലപാടെടുത്തത് കൊണ്ടും ബംഗ്ലാദേശിൽ ഇപ്പോൾ അവിടെ അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യമല്ല, അവിടെ ഒരു കലാപ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അവിടെ പഴയ പ്രസിഡന്റിനെ പുറത്താക്കി പുതിയൊരു താൽക്കാലിക ഭരണകൂടം അധികാരത്തിലിരിക്കുന്ന, അപ്പോൾ ഒരു സുരക്ഷാ ഭീഷണിയുണ്ട് അവിടെ. അപ്പോൾ ആ കാരണങ്ങൾ പറഞ്ഞ് ഇന്ത്യ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അപ്പോഴും ഈ ആശങ്കയാണ് അവിടെ ബലപ്പെട്ടത്, ഈ ഏഷ്യ ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുമോ. പക്ഷേ ആശങ്ക ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു. കേന്ദ്ര സർക്കാരുടെ അനുമതി കിട്ടി. BCCI ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമെന്നാണ് നിലപാട് അറിയിച്ചു. ഇപ്പോൾ അതിൻ്റെ മത്സരക്രമം വന്നേക്കുന്നു. നേരത്തെ ഒരു മത്സരക്രമം അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ 2 ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. അതായത് സെപ്റ്റംബർ 7-നും 14-നും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ വന്ന മത്സരക്രമം അനുസരിച്ച് ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് UAEയിലാണ്. അതായത് ഗൾഫിൽ ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരിക്കും പ്രധാന മത്സരങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇത് പ്രകാരം സെപ്റ്റംബർ 9 മുതൽ 28 വരെയാണ് മത്സരക്രമം. ഇന്ത്യയുടെ മത്സരം സെപ്റ്റംബർ 14-ന് മാത്രമായിരിക്കും. ഒറ്റ തവണയെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാവുകയുള്ളൂ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും A ഗ്രൂപ്പിലാണ്. മൊത്തം 8 ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ്, UAE, ഒമാൻ, ഇത്രയും 8 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ 4 രാജ്യങ്ങളെ വീതം 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് മത്സരങ്ങൾ ഉണ്ടാകും. അതിൽ ഇന്ത്യയും പാകിസ്ഥാനും A ഗ്രൂപ്പിലാണ്. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ ഉറപ്പായിട്ട് ഒരു മത്സരം ഉണ്ടാകും. അത് സെപ്റ്റംബർ 14 തീയതിയിലാണ് നടക്കുക. ഇതിന് ശേഷം അടുത്ത സൂപ്പർ 4 എന്ന ഘട്ടത്തിലേക്ക് 2 ടീമുകളും ക്വാളിഫൈ ചെയ്താൽ, ആ മത്സരങ്ങളും വിജയിച്ചാൽ ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ ഉണ്ടാകും ഏഷ്യ കപ്പിൽ. അപ്പോൾ അതും അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഫൈനൽ മത്സരം ഉണ്ടായാലും അതും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ആവേശകരമായൊരു സംഗതിയാണ്. അപ്പോൾ ഈ ഏഷ്യ കപ്പ് പോലുള്ളൊരു മത്സരവേദിയിൽ നിന്ന് വിട്ടു നിൽക്കുക ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ ഒരു ക്രിക്കറ്റ് നിലയിൽ വെച്ച് നോക്കിയാൽ ബുദ്ധിപരമല്ല. കാരണം 7 മാസം കൂടി കഴിഞ്ഞാൽ
ലോകകപ്പ് വരികയാണ്, T20 ലോകകപ്പ് വരികയാണ്. അപ്പോൾ അതിന് മുന്നുള്ള ഒരു സന്നാഹ മത്സരമായിട്ട് വേണം ഈ ഏഷ്യ കപ്പിനെ കരുതാൻ. അതുകൊണ്ട് ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് ലോകകപ്പ് സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം ചോദിക്കട്ടെ പ്രേമലത, കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരു ക്രിക്കറ്റിന്റെ ഇതിൽ അഫ്രീദി പങ്കെടുത്തിട്ടുണ്ട്. അതെ, അതായത് അത് ഈ വിരമിച്ച കളിക്കാരുടെ ടൂർണമെന്റ് ആണ്. അതായത് ഈ മുൻകാല താരങ്ങൾ അവർ പങ്കെടുക്കുന്ന ലെജൻസ് വേൾഡ് കപ്പ്, അല്ലെങ്കിൽ അവരുടെ പഴയ താരങ്ങൾ പെൻഷൻ പറ്റിയവരുടെ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ IPL സമാനമായ ഒരു ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യങ്ങളുടെ പേരിലാണ് കളിക്കുന്നതെങ്കിലും അടിസ്ഥാനപരമായി അതൊരു ലീഗാണ്. അപ്പോൾ അതിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടായിരുന്നു. മത്സരം നടക്കുന്നത് അവിടെ UK-യിലാണ്. അവിടെ അഫ്രീദി പാകിസ്ഥാൻ ടീമിൻ്റെ ഭാഗമായതുകൊണ്ടാണ് എതിർപ്പ് വന്നത്. കാര്യം അഫ്രീദി ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയൊക്കെ സമയത്ത് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പോസ്റ്റ് ചെയ്യുകയും ചെയ്ത ആളാണ് അഫ്രീദി. അപ്പോൾ അഫ്രീദി പങ്കെടുക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് ഇന്ത്യൻ താരം ശിഖർ ധവാൻ പരസ്യമായി തൻ്റെ വിയോജിപ്പ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പ്രചരിപ്പിച്ചു. പല ഇന്ത്യൻ താരങ്ങളും അതിനെ അനുകൂലിച്ചു. അതോടുകൂടി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കഴിഞ്ഞ് 20-ാം തീയതി നടക്കേണ്ടതായിരുന്നു. മത്സരം റദ്ദാക്കപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നുണ്ട്. കാരണം സ്വാഭാവികമാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുമ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത്, ഒരു കായിക ഇനം എന്ന് പറയുന്നത് ഈ മഞ്ഞുരുകൽ അതിൻ്റെ ഒരു ഇതാണല്ലോ. അത്തരം നമുക്ക് തമ്മിൽ വൈരാഗ്യമില്ല, സൗഹൃദമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഇപ്പൊ ഈ ഏഷ്യൻ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനുമായി മത്സരിക്കാൻ തയ്യാറാണോ? അതെ, കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അഫ്രീദി ഇല്ല, അതൊരു കാരണം. പിന്നെ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കളിയല്ല, ഇതൊരു വലിയൊരു ടൂർണമെൻ്റാണ്. അതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അത് ബുദ്ധിപരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകകപ്പ് ക്രിക്കറ്റ് വരാൻ പോകുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള വലിയൊരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ശക്തി പരീക്ഷണത്തിനുള്ള വേദിയാണ്. ഇപ്പോൾ ഏഷ്യയിലെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയാണ് ഏറ്റവും പ്രബലമായ ടീം. അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയൊക്കെ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളികളൊന്നുമില്ല. ഇന്ത്യക്ക് ശക്തി തെളിയിക്കാനുള്ളൊരു മത്സരക്രമമാണ്. പക്ഷേ വേറൊരു സംഗതി ഉണ്ടായി. ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ കഴിഞ്ഞ മാസം എമർജിങ് ഏഷ്യ കപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് ഈ യുവതാരങ്ങളുടെ ക്രിക്കറ്റ്, അത് വനിതാ ക്രിക്കറ്റായിരുന്നു, അത് ഇന്ത്യ വേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. ഒരു ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഇത് വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ രീതിയിലുള്ള ഒരു ആരാധക വൃന്ദത്തെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷേ മുൻപ്, അതായത് നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ നടന്നിരുന്നു. അതായത് ODI ഫോർമാറ്റിൽ, അതായത് ICC സംഘടിപ്പിച്ച ടൂർണമെൻ്റാണ്. അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറൊന്നും ഉണ്ടായിട്ടില്ല. അന്നുപോലും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ വലിയ ചർച്ചയായിരുന്നു. അത് പാകിസ്ഥാൻ സംഘാടകരായ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്ത്യ അവിടെ പോയി കളിക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യ കടുത്ത നിലപാടെടുത്തു, ഞങ്ങൾ വരില്ല. അങ്ങനെ ഇന്ത്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പാകിസ്ഥാൻ ഇന്ത്യയുമായി കളിക്കാൻ അവിടെ നിന്നും ടീമിനെയും പെറുക്കിയെടുത്തുകൊണ്ട് ദുബായിലേക്ക് വന്ന് കളിക്കേണ്ടി വന്നു. പക്ഷേ ആ ടൂർണമെൻറ്റ് സംഘാടകരായ പാകിസ്ഥാന് കാഴ്ചക്കാരായി നിൽക്കാനായിരുന്നു യോഗം. കാര്യം പ്രധാന മത്സരങ്ങളെല്ലാം, അതായത് ഇന്ത്യയാണല്ലോ ഈ ലോക ക്രിക്കറ്റിലെ ഏറ്റവും പ്രബലമായ ടീം ഇപ്പോൾ ഇന്ത്യയാണ്. പരസ്യ വരുമാനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ആരാധക കൂട്ടായ്മയുടെ കാര്യത്തിലായാലും ശരി, ഇന്ത്യയാണ് പ്രഥമ സ്ഥാനമുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ കളികളെല്ലാം പാകിസ്ഥാന് പുറത്ത് നടന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു ക്ഷീണമായിരുന്നു. ഫൈനൽ മത്സരങ്ങൾ പോലും, അതായത് പാകിസ്ഥാൻ നേരത്തെ തന്നെ ആ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി. ഫൈനൽ മത്സരം പോലും ഇന്ത്യ ഫൈനലിൽ വന്നതുകൊണ്ട് അതുപോലും പാകിസ്ഥാന് പുറത്ത് ദുബായിൽ നടന്നു. പാകിസ്ഥാന് വലിയൊരു നാണക്കേടുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇതിനുശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കടുത്ത നിലപാടുകളൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അവരും ഇപ്പോൾ പത്തി മടക്കി നിൽക്കുകയാണ്. കാര്യം ഇന്ത്യ BCCI പറയുന്നതിനപ്പുറം ക്രിക്കറ്റിൽ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മത്സരം ഇപ്പോൾ മത്സരക്രമമൊക്കെ ആയിട്ടുണ്ട്. ഇന്ത്യക്ക് വലിയ സാധ്യതയുള്ള ടൂർണമെൻ്റാണ്, അത് നടക്കട്ടെ. അതെ.